ഹലോ, ഇന്ന് നമുക്കൊരു 6 kg കേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കേക്ക് വന്നിട്ട് 6 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിലുണ്ടായിരുന്ന സ്ട്രോബെറി നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കടകളിൽ ചോദിച്ചു, പക്ഷേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തെ ടയർ 3 kg ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഏറ്റവും അടിയത്തെ ബേസ് നല്ല കട്ടിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് 3 kg ചെയ്തു. അതിന് മുകളിലത്തെ ടയറാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ ഒരു kg ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിലത്തെ 1 kg, അങ്ങനെ ടോട്ടൽ 6 kg ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. 2 kg ടിന്നിൽ ഫസ്റ്റ് 2 kg ബേക്ക് ചെയ്തെടുത്തു. ആ ടിന്നിൽ തന്നെ പിന്നെ 1 kg കൂടെ ബേക്ക് ചെയ്തെടുത്തു. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയ ടിന്നിൽ നമ്മൾ ഫസ്റ്റ് 1 kg ബേക്ക് ചെയ്തെടുത്തു, പിന്നെ 1 kg കൂടി ആ ടിന്നിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തു. പിന്നെ ഇതാ ഈ ഒരു കേക്ക്, ഇത് 1 kg കേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടോട്ടൽ 6 kg കേക്ക് ബേക്ക് ചെയ്തെടുത്ത് ഫുള്ള് സെറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടയർ ചെയ്യലാണ് നെക്സ്റ്റ് ടാസ്ക്. ടയർ ചെയ്തതിന് ശേഷമാണ് ഒരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. അത് വേറെ ഒന്നുമല്ല കേട്ടോ, എനിക്കിത് ടയർ ചെയ്യേണ്ടായിരുന്നു തോന്നി. കാരണം 2 തട്ട് ടയർ ചെയ്താൽ മതിയായിരുന്നു, 3ാമത്തെ തട്ട് വെക്കേണ്ടിയിരുന്നില്ല തോന്നിയിട്ട്. കാരണം ഇത് അവിടെ പോയി വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാനത് തിരിച്ച് തന്നെ ഇറക്കി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ടാണ് അത് സെറ്റ് ചെയ്തെടുത്തത്. ഞാൻ ഈ ചെയ്യുന്ന ഡിസൈൻ വന്നിട്ട് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട്, ഗനാഷല്ല, വെറുതെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചപ്പോൾ ഒന്ന് ലൂസായി കിട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ നമ്മളിങ്ങനെ ടിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് കേക്കിൻ്റെ മുകളിൽ. സ്ട്രോബെറി എനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ സ്ട്രോബെറി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ട്രോബെറി ഒഴിവാക്കിയിട്ട് അതിന് പകരം ഫ്ലവേഴ്സ് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ട് ഓൾറെഡി അവർ തന്ന പിക്കുമ്പോൾ, പക്ഷേ സ്ട്രോബെറിയാണ് കൂടുതലുള്ളത് കേട്ടോ. അങ്ങനെ എനിക്ക് ഇത് 3 ടയർ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് പൊന്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവിടുന്ന് 30 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട്. ഈ 30 കിലോമീറ്ററോളം എന്തായാലും എനിക്കിത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എനിക്കിത് ബേസ് ഇങ്ങനെ പൊക്കാൻ പോലും പറ്റിയിരുന്നില്ല കേട്ടോ. അത്രയും ഹൈറ്റും വെയിറ്റും ആയിരുന്നു കേക്കിന്. പിന്നെ അത് മാത്രമല്ല, കേക്ക് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പൊക്കുമ്പോൾ കേക്ക് ഇങ്ങനെ ആടും. അപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പായത് എന്തായാലും എനിക്ക് അതുവരെ എത്തിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചിറക്കി വെച്ചത്. ഇറക്കി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം ഇത് ഇതേപോലെ തന്നെ കിട്ടുമോ, ഇനി അവിടെ ചെന്ന് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആവോ എന്നുള്ള ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. സീനൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ പാക്കിങ്ങൊക്കെ ചെയ്തു. പാക്കൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ അവരവിടെ നിന്ന് വിട്ടില്ല ഗൈസ്. ഭക്ഷണമൊക്കെ കഴിച്ച് കേക്കൊക്കെ തന്ന് ലാസ്റ്റാണ് നമ്മളെ വിട്ടത് കേട്ടോ. പിന്നെ ഇതെൻ്റെ സിസ്റ്ററാണ്. എൻ്റെ സിസ്റ്റർ ടീച്ചറാണ്. അപ്പോൾ സിസ്റ്റർ പഠിപ്പിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കാണെന്ന് ഈ ഒരു കേക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി സദ്യയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.